ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യോനയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനേവയോട് എനിക്ക് അയ്യഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. യോനയോട് ചോദിക്കുന്നതാണ്. അതായത് ഇടങ്കയും വലങ്കയും അറിയാത്ത ശിശുക്കളെ പോലെയുള്ള കുറേ ആൾക്കാർ, അതായത് നിനേവയിലെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. നിനേവെ എല്ലാം മ്ലേച്ഛത പ്രവർത്തിച്ച് ദുഷ്ടത പ്രവർത്തിച്ച് ആ രാജ്യത്തെ, ആ ദേശത്തെ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ്. അപ്പോൾ അന്നേരം അവരുടെ മാനസാന്തരത്തിനായിട്ട് ഈ യോനയെ ദൈവം നിനേവയിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ യോനയുടെ പ്രസംഗം കേട്ട് അവരനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവരോട് മനസ്സിലിവ് തോന്നി. അവർ ദൈവത്തെങ്കിലും തിരിഞ്ഞപ്പം അവരുടെ മേൽ പ്രഖ്യാപിച്ച ന്യായവിധി മാറ്റി അവരെ രക്ഷിക്കാൻ തുടങ്ങുകയാണ്. അതായത് അവരെ ശിക്ഷിക്കുന്നില്ല, രക്ഷിക്കുകയാണ് ദൈവം. അപ്പം അത് യോനയ്ക്ക് ഇഷ്ടമില്ലാതായി. അപ്പോൾ അതുകൊണ്ടാണ് യോന ദൈവത്തോട് കോപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കോപിക്കുമ്പോഴാണ് ഈ ദൈവം യോനോട് ചോദിക്കുന്നത്, അവർക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് അവർ ചെയ്യുന്നത്, എന്നോട് പാപം ചെയ്യുന്നത് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവരുടെ ഇടതുവശം ഏതാണ് വലതുവശം ഏതാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് പാപം ചെയ്തിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് അവരുടെ അയ്യോഭാവം തോന്നുന്നത്. അതും എല്ലാവരും മാനസാന്തരപ്പെട്ട് എന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുക. ഇതേ മൊഴികൾ നമ്മൾ ഈ യേശുമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പറയുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കുകയാണമേ എന്ന് പറയുന്നുണ്ട്. അതായത് തന്നെ ക്രൂശിച്ചവരോട്, തന്നെ ദ്രോഹിച്ചവരോട്, തന്നെ ചാട്ടവാർ അടിച്ചവരോട്, അല്ലെങ്കിൽ മുൾക്കിരീടം അണിയിപ്പിച്ചവരോട്, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയവരോട്, തൻ്റെ മുഖത്ത് തുപ്പിയവരോട് എല്ലാവരോടും യേശുമ്പുരാൻ ക്ഷമിച്ചിട്ട് അവർക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ട് അവരോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അതായത് അവർ ചെയ്യുന്നത് അറിയുന്നില്ല. അതുപോലെയാണ് ഇവിടെ ദൈവം യോനോട് പറയുകയാണ്, നിനേവ്യക്കാർ അവർ എന്താ ചെയ്തതെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അവർ അജ്ഞരാണ്, ശിശുക്കളെ പോലെ തിരിച്ചറിവില്ലാത്തവരാണ്. അതുകൊണ്ടാണ് എനിക്ക് അവരോട് മനസ്സിലാകുന്നത് തോന്നുന്നത്. നമുക്കറിയാം, യോനയെ ദൈവം തിരഞ്ഞെടുത്ത് നിനേവയിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷെങ്കിൽ യോന നിനേവയിലേക്ക് പോകാതെ അതിൻ്റെ എതിർദിശയിലുള്ള തർശീശിലേക്കാണ് പോകുന്നത്. യോഫാഫയിൽ നിന്ന് ഈ നിനേവയിലേക്കുള്ള വഴി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ 10 മടങ്ങ് ദൂരമാണ് തർശീശിലേക്ക്. അപ്പോൾ തർശീശിലേക്ക് മനഃപൂർവ്വം യോന ഓടിപ്പോവുകയാണ്. കാരണം ദൈവം പിടിക്കത്തില്ലെന്ന് കരുതി മനഃപൂർവ്വം അതിലേക്ക് ഓടുന്നു. കാരണം ഈ നിനേവ്യക്കാരോട് ഇവൻ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ കാരണം തൻ്റെ പിതാക്കന്മാരോട് ദ്രോഹം ചെയ്തവരാണ് നിനേവ്യക്കാർ. നിനേവ എന്ന് പറയുന്നത് അസീറിയൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അത് അശൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനം നിനേവ. ഈ വിജാതീയരായ ആൾക്കാർ തൻ്റെ പിതാക്കന്മാരോട്, ഇസ്രായേലിയരെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അവരെ കുറേ പേരെ അടിമകരാക്കി, കുറേയേറെ പേരെ കൊന്നു, കുറേ പേരെ പ്രവാസികളാക്കി, കുറേ പേരെയൊക്കെ തടങ്കലിലാക്കി. അപ്പോൾ ആ ഒരു വൈര്യം ഈ വർഷങ്ങൾക്ക് മുമ്പ് അവരോട് ചെയ്ത ധൈര്യം ഇപ്പോഴും യോനയ്ക്ക് ഈ നിനേവ്യക്കാരോടുണ്ട്. അതുകൊണ്ടാണ് നിനേവ്യക്കാരോട് അവർ പ്രസംഗിക്കാൻ പോകാൻ താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത. അതുമല്ല, ഈ യോന എന്ന് പറയുന്ന യഹൂദനാണ്, സവർണ മനോഭാവമാണ് അവന്. ഒരു സവർണനായ ഞാൻ എങ്ങനെയാണ് വിജാതീയരായ കീഴ്ജാതിക്കാരായ ഇവരോട് പോയി പ്രസംഗിക്കുന്നത്? ആ ഒരു ഉച്ചനീചത്വം അവൻ്റെ മനസ്സിൽ കിടന്ന്, ആ ദുരഭിമാനം കിടന്ന് അലതെട്ടുകയാണ്. അപ്പം അതുകൊണ്ടാണ് അവനങ്ങോട്ട് പോകാത്തത്. അപ്പം ഇവിടെ തർശീശിലേക്ക് അവൻ ഓടിപ്പോയാൽ അങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമാണ്. അപ്പം ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുക്കും അവിടെ എത്താൻ, തിരിച്ചു വരാനും എത്തും. പക്ഷേ ദൈവം അവനോട് ചോദിക്കുക, നിന്നെ നിനേവയിലേക്കാണല്ലോ വിട്ടത്, നീ എന്തുകൊണ്ട് തർശീശിലേക്ക് ചോദിച്ചാൽ ഒരു കള്ളത്തരം പറയാമെന്ന് കരുതി കാണും. ഞാൻ അറിയാതെ കയറിപ്പോയി, കപ്പൽ പിടിച്ചു പോയി, ഇനി വന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ഇത്രയും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എടുക്കും തിരിച്ചു വരാൻ. അപ്പോഴത്തേക്ക് ഈ നിനേവ്യക്കാർ ഒന്നുകൂടെ ദ്രോഹം ചെയ്ത് അവരെ ദൈവം നശിപ്പിക്കുമെന്നാണ് ചിന്ത. കാരണം അവൻ്റെ ശത്രുവാണ്, അവർ നശിക്കുന്നതാണ് അവൻ ആഗ്രഹം. അതാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷേ ദൈവം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടില്ല. അവനെ 3-ാം ദിവസം തന്നെ പിടിച്ച് അവനെ വിടുന്നുണ്ട്. നിനേവയെ പ്രസംഗിപ്പിച്ചു. അവരെല്ലാം അനുദപിച്ചപ്പോൾ ആ യോനയുടെ പ്രസംഗം കേട്ട് അനുദപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം അവരോട് അലിവ് തോന്നുകയാണ്, അവരെ രക്ഷിക്കാൻ. ഇത് യോനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം, യോന 2 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കുന്നത്. ഈ അധ്യായത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് പ്രാണന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം യവന് ദൈവത്തിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോയപ്പോൾ ദൈവത്തിന് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവനെ സമുദ്രത്തിൻ്റെ ആഴക്കടലിലേക്ക്
അവൻ എടുത്തെറിയുന്നുണ്ട്. അവിടെ ശ്വാസം മുട്ടി മരിക്കുവാൻ നേരം, അല്ലെങ്കിൽ കടലാനയുടെ വയറ്റിൽ വെച്ച് അവൻ്റെ പ്രാണന് വേണ്ടി യാചിക്കുന്നുണ്ട്. കർത്താവെ, എന്നെ രക്ഷിക്കണമേ, എനിക്ക് ശ്വാസം മുട്ടുന്നു, എന്നെ രക്ഷിക്കണമേ, എൻ്റെ പ്രാണൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ ജീവന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ജീവൻ പ്രഷ്യസാണ്, അവൻ്റെ ജീവൻ വലുതാണ്. എന്നാൽ മറ്റുള്ളവരുടെ ജീവൻ, ആ ശത്രുക്കളായിക്കോട്ടെ, എന്നെ ദ്രോഹിക്കുന്നവരോട്, തന്നോട് വൈര്യം പുലർത്തുന്നവരോടൊക്കെ അവർ നശിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നിനവേക്കാർ അങ്ങനെ ഒരു ആൾക്കാരാണ്, അവൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ അവൻ നശിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇവനെ രണ്ടാമത് പിടിച്ച് അവനൊരു താൽക്കാലികമായ ഒരു മാനസാന്തരം അവിടെ വന്നെങ്കിലും അവൻ ആ നിനവേൽ ചെന്ന് ആത്മാർത്ഥമായിട്ട് പ്രസംഗിക്കുന്നില്ല. ആക്ച്വലി അവർ ഡെലിഗേഷൻ പോലെ അവിടെ പോയി, അവൻ രാജകൊട്ടാരത്തിൽ പോയി അവൻ തന്നെ അറിയിക്കണവരെ തന്നെ ദൈവം അയച്ചതാണ്, നിനക്കൊരു അനർത്ഥം വരാൻ പോകുന്നു, നീ അനുഭവിക്കുന്ന രാജാവിനോടാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ അവൻ ഏതോ ഒരു മുക്കിനോ മൂലയിലോ പോയി പ്രസംഗിച്ചു, ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാരത് ഏറ്റെടുത്തു. ആൾക്കാരത് രാജകൊട്ടാരത്തെ അറിയിക്കുകയും രാജാവ് പിന്നെ ഇനിഷ്യേറ്റ് എടുത്ത് മൃഗങ്ങൾ പോലും അവരെ പോലും ഉപസിപ്പിച്ച് ആഹാരമൊന്നും കൊടുക്കാതെ അവരും ഈ നൊയമ്പിൽ അവർ കെട്ടുകൊടുത്ത് വെണ്ണീറിലിരുന്ന് കണ്ണീരോടെ അനുതാപത്തോടെ പ്രാർത്ഥിച്ചു, നമ്മളെ രക്ഷിക്കണമേ. അങ്ങനെ ആ ദൈവത്തിലേക്ക് യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഈ ദൈവം അവരെ ശിക്ഷിക്കുന്നില്ല, അവർ ന്യായവിധി മാറ്റി അവരെ രക്ഷിക്കുകയാണ്, അവരെ ശിക്ഷിക്കാതെ വിടുകയാണ്. ഇത് യോനയ്ക്ക് അനിഷ്ടമായി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് യോന ദേഷ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ യോന പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടാമത് യോന 4-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നത് അവരുടെ ഇതിനു വേണ്ടിയാണ്, അവർ നശിച്ചു പോകണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ യോനയ്ക്ക് ഒരു യഥാർത്ഥ അനുരഞ്ജനം വന്നില്ലല്ലോ എന്ന് കരുതി. അപ്പോൾ അവിടെ, കാരണം ഈ യോനയ്ക്ക് അറിയാം, ദൈവത്തിൻ്റെ മനസ്സിൽ അറിയാം, ആ മനസ്സിൽ അവനോട് വേണം, അവൻ്റെ ആൾക്കാരോട് വേണം, അവൻ ശത്രുക്കളോടാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതാണ്, അനുരഞ്ജനത്തിന് ദൈവമാണ്, മനസ്സിലേൻ്റെ ദൈവമാണെന്ന് ഉള്ള കണ്ണീരിനെ മറികടക്കാത്ത ദൈവമാണെന്ന് യവൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. കാരണം യവന് പഠിപ്പുണ്ട്, വിദ്യാഭ്യാസം, ന്യായപ്രമാണം എല്ലാം അറിയാം. എന്നിട്ടും അവന് ഈ നിനവേക്കാരെ അതിനെക്കാട്ടി അധപ്പതനത്തിൽ അവൻ ചിന്തിക്കുന്നത്, മറ്റുള്ളവരുടെ നാശമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനൊരു അനുരഞ്ജനത്തിൻ്റെ വീണ്ടും ഒരു യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം അവനെ ഒന്നുകൂടെ പരീക്ഷിക്കുകയാണ്, കാരണം അനുഭവപ്പെടുത്തുകയാണ്. കാരണം യവന് ഈ ദൈവത്തോട് കോപിച്ച് നിനവ നഗരത്തിൽ നിന്ന് വെളിയിലായി യവൻ ഇങ്ങനെ നോക്കിയിരിക്കുക, ദൈവത്തിൻ്റെ മനസ്സ് മാറുമോ ഇല്ലയോ, ശിക്ഷിക്കുമോ രക്ഷിക്കുമോ എന്ന്. അങ്ങനെ ഒരു മനസ്സുമാറ്റം ദൈവത്തിന് ഉണ്ടാകുമോ, താൻ പറഞ്ഞതുപോലെ ഒന്ന് ശിക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ഉള്ള ആഗ്രഹത്തിൽ അവൻ വെളിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം അവന് ഒരു ആവണക്കിൻ്റെ അല്ലെങ്കിൽ ചൂരച്ചെടിയുടെ വൃക്ഷം അവനാക്കുന്നുണ്ട്, അവന് തണൽ വിരിക്കാനായിട്ട്. വെയിലാണ്, അവൻ്റെ തണലിൽ, ആ ആവണക്കിൽ, ആ ചൂരച്ചെടിയിൽ അവൻ ആശ്വാസം കണ്ടെത്തുകയാണ്. അങ്ങനെ ആശ്വസിച്ച് നല്ല കാറ്റം കൊണ്ടിരിക്കുമ്പോൾ 2-ാമത്തെ ദിവസം വലിയൊരു ചൂട് കാറ്റടുപ്പിച്ചിട്ട് ഈ ദൈവം ഈ ആവണക്കിനെ ഉണക്കുന്നുണ്ട്, ഈ ചൂരച്ചെടിയെ ഉണക്കുന്നുണ്ടെങ്കിൽ അവന് ദേഷ്യമായി. കാരണം അവന് അതിനോട് ഒരു അനുകമ്പ, താൻ ദേവരെ ആശ്രയിച്ചിരുന്ന ആ ഒരു ആവണക്ക് ഉണങ്ങിപ്പോയപ്പോൾ ആ അനുകമ്പയിൽ നിന്നുള്ള കോപം, ദൈവം എന്തുകൊണ്ടാണ് അതിനെ നശിപ്പിച്ചതെന്നൊരു കോപം ദൈവത്തോട് കോപിക്കുക. അപ്പം അന്നേരമാണ് ദൈവം ചോദിക്കുന്നത്, നീ നട്ടതല്ല, നീ വെള്ളം ഒഴിച്ചതല്ല, നീ വളമിട്ടതല്ല, അത് തന്നെ കിളിച്ചു വന്ന ഒരു ആവണക്ക്, അത് നശിച്ചപ്പോൾ അതിനോട് അനുകമ്പ, ആ അനുകമ്പയിൽ നിന്നുള്ള കോപമാണ് നിനക്ക് എന്നോട് വരുന്നത്, ആ അനുകമ്പ, ആ സഹതാപത്തിനുള്ള കോപമാണ് എന്നോട് നീ കാണിക്കുന്നത്. നിനക്ക് അങ്ങനെ ഒരു ആവണക്കിനോട് കാണിക്കേണ്ട ആ ഒരു അനുകമ്പ നിന്നെ പോലെ എനിക്ക് ഈ നിനവേക്കാരും മക്കളാണ്, എനിക്ക് എല്ലാവരും മക്കളാണ്, നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്. ഭൂമിയിൽ നീയാകുന്ന വൃക്ഷമാണെങ്കിൽ ഈ നിനവേക്കാരും എനിക്ക് വൃക്ഷങ്ങളാണ്, അവിടുത്തെ ആൾക്കാരെല്ലാം എനിക്ക് വൃക്ഷങ്ങളാണ്. എനിക്ക് യഹൂദനെന്നില്ല, യവനെന്നില്ല, ഹിന്ദുവെന്നില്ല, മുസ്ലിമാനെന്നില്ല, ക്രിസ്ത്യാനെന്നില്ല, എനിക്കെല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും എന്നിലേക്ക് തിരിയണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഈ യുവനോട് പറയുകയാണ്, നിനക്ക് അതിനോട് അയ്യോഭാവം തോന്നിയതുപോലെ ഈ 1,20,000 ആൾക്കാരോട് എനിക്ക് സഹതാപം തോന്നേണ്ടതല്ലയോ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ ആ ദൈവം അവരെ രക്ഷിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇവിടെ നാമും ഈ യോനയുടെ പ്രതികളാണ്. പലപ്പോഴും നമ്മൾ മനസ്സാന്തരപ്പെടും, എന്തെങ്കിലും അപകടമോ പ്രയാസമോ ഒക്കെ വരുമ്പം നമ്മുടെ പ്രാണൻ രക്ഷിക്കണമേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ എന്നൊക്കെ പറയും. എന്നാലും മറ്റുള്ളവരുടെ, നമ്മുടെ ശത്രുക്കളുടെ, നമ്മളെ ദ്രോഹിക്കുന്നവരുടെ ഒക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ അവൻ രക്ഷപ്പെടല്ലേ, യോനെ പോലെ നമ്മൾ പറയുവാണ്, അവൻ രക്ഷപ്പെടല്ലേ, അവൻ നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ നീതിക്ക് എതിരാണ്, അനുരഞ്ജനത്തിൻ്റെ പാതയാണ് ദൈവം. അവിടെ ആ ദൈവം പറയുന്നത്, അവിടെ യോന പ്രാർത്ഥിക്കുന്നത് തൻ്റെ ആശ്രയം
അത് മാത്രം രക്ഷപ്പെടണം. ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടണം. അതായത് തണൽമരം എന്ന് പറയുന്നത് ഈ സാമുവൽ ടൈലറിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, യൂത്ത് ആൻഡ് ഓൾഡ്. അതിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ഫ്രണ്ട്ഷിപ്പ് ഇസ് എ ഷെൽട്ടറിങ് ട്രീ. സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഷെൽട്ടറാണ്, ഒരു അഭയകേന്ദ്രമാണ്. ആ അഭയകേന്ദ്രം നമ്മൾ ആരിൽ ആശ്രയിക്കുന്നുവോ, നമ്മെ ആര് സ്നേഹിക്കുന്നുവോ അവർ മാത്രം രക്ഷപ്പെട്ടാൽ മതി. ഇവിടെ ഈ തണൽ മരമായിട്ട് വന്ന ഈ ആവണക്ക് അല്ലെങ്കിൽ ഈ ചൂരൽ മരം നമ്മുടെ ബന്ധുക്കളുടെ പ്രതീകമാണ്, നമ്മുടെ സ്നേഹിതന്മാരുടെ, നമ്മുടെ കുടുംബക്കാരുടെ പ്രതീകമാണ്. അവർ മാത്രം രക്ഷപ്പെട്ടാൽ മതി. എന്നാൽ നമുക്ക് എൽപ്പമോയിലും ആരോടും ദേഷ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈരമോ ഉണ്ടെങ്കിൽ അവരെല്ലാവരും നശിച്ചു പോകണം. യോനെ പോലെ പറയുകയാണ്, നിനക്ക് അവരോട് മനസ്സിലവ് തോന്നുന്നത്, ദൈവത്തോട് പറയുകയാണ്, നിനക്ക് അവരോട് മനസ്സിലവ് തോന്നുന്നത് അവരെ കൊല്ലണം, അവരെ നശിപ്പിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതി അതല്ല. ആ ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിൽ നമ്മളോട് യോനയെ പോലെ നമ്മൾ മറ്റുള്ളവരെയും അവിടെ നശിക്കണമെന്നല്ല ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വരണം. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് എല്ലാവരെയും വിരിച്ചു പിടിച്ച ആ കൈകളിൽ എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്. തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി യേശുവിനെ പ്രാർത്ഥിക്കുകയാണ്. അതേ മൊഴികൾ ഇവിടെ കാണുകയാണ്. അതായത് ഈ നിനേവ എന്ന് പറയുന്നത് ഈ കഷ്ടാനുഭവത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ്. നിനവേയിൽ യോനയുടെ പ്രസംഗം കേട്ട് ദുഷ്ടതയും മ്ലേച്ഛതയൊക്കെ പ്രവർത്തിച്ചവർ യോനയുടെ പ്രസംഗം കേട്ട് രക്ഷയിലേക്ക് വന്നെങ്കിൽ യേശു തമ്പുരാൻ തന്നെ ഇവിടെ ഇതാ ക്രൂശിൽ നമുക്കൊരു അടയാളമായിട്ട് ക്രൂശ് നീക്കുകയാണ്. അവനിലേക്ക് നോക്കുന്നവരെല്ലാം രക്ഷയിക്കപ്പെടും, അവനിലേക്ക് നോക്കുന്നവരെല്ലാം നിത്യരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാ യേശു തമ്പുരാൻ കാൽവറിയിൽ നമുക്കൊരു യാഗമായി ഒരു അടയാളമായിട്ടുണ്ട്. അവനിലേക്ക് നോക്കണം. അവനിലേക്ക് നോക്കുവാനാണ് ഈ വേദപുസ്തകങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഒരു തിരിച്ചുവരവാണ് ഈ കൺവെൻഷനിലൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തിരിച്ചുവരവ്, ഒരാളുടെയെങ്കിലും വീണ്ടെടുപ്പ്, ഒരു തിരിച്ചുവരവ് ഈ കൺവെൻഷനിലൂടെ ഈ പ്രസംഗങ്ങളിലൂടെയൊക്കെ ഉണ്ടായില്ലെങ്കിൽ അത് വ്യർത്ഥമാണ്. അപ്പം ആ ഒരു തിരിച്ചുവരവിലേക്കാണ് വരേണ്ടത്. നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സത്യാരാധനയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മുടെ വേദപുസ്തകം വായിക്കുമ്പോഴൊക്കെ യേശുവിനെയാണ് നമ്മൾ അടയാളമാവുന്നത്. അവനിലേക്ക് നോക്കുന്നവർ രക്ഷപ്പെടും, അവനിലേക്ക് നോക്കുന്നവർ നിത്യ രക്ഷയുടെ അനുഭവത്തിലേക്കാവും. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.